ഹലോ ഗായ്സ്, ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫുഡ് വ്ലോഗൊന്നുമല്ല, ഇത് കാവ്യമോൾ. കാവ്യ ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ എത്തി നോക്കിയാണ്. അതാ എൻ്റെ അനിയത്തി എൻ്റെ കൂടെയുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ആര്യയെ കാണാൻ, അതായത് എൻ്റെ കല്യാണിക്കുട്ടി, അവൾ ഇപ്പോൾ അയർലാൻഡിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. അതാ ഞങ്ങൾ രണ്ടും കൂടി അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലാണ്. എൻ്റെ കുഞ്ഞിനെ കാണാനാണ് അവൾ അവസാനമായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളിതാ ബസ്സിലോട്ട് പോവുകയാണ്. എറണാകുളത്ത് നിന്നും പാലയിലോട്ടുള്ള ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് ഷോ ഓഫൊക്കെ. എൻ്റെ അനിയത്തിയാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തത്. പാവം കാശുകാരി കുട്ടിയാണ് അവൾ. എൻ്റെ കയ്യിൽ 10 പൈസയിലായിരുന്നു. കണ്ടില്ലേ ഞങ്ങളുടെ കാശുകൾ, ചില്ലറകളെ എണ്ണിപ്പറക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്നും ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തു. എൻ്റെ അനിയത്തി ചാരി കിടക്കുന്നത്, ഈ ചെറുക്കൻ എൻ്റെ ഒരു സൈഡിൽ എൻ്റെ അനിയത്തിയും മറ്റേ സൈഡിൽ ആ ചെറുക്കനുമായിരുന്നു എൻ്റെ തോളിൽ. അവസാനം ഞങ്ങളിതാ പാലയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ, ഞങ്ങൾ പാലയിലെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ആര്യക്കുട്ടിനെ കാത്തിരിക്കുകയാണ്. ഇതാണ് പാല ബസ് ഡിപ്പോ. യെസ്, ഞാൻ ആദ്യമായിട്ടാണ് പാലയിലേക്ക് വരുന്നത്. ഞങ്ങളുടെ കുട്ടൻ അവിടെ അതുവഴി നടന്നു വരുന്നുണ്ട്. ശില്പ പറയും, ഒരു പച്ച ഉടുപ്പും ഒരു മഞ്ഞ യെല്ലോ ഇല്ലാണ്ട് ഒന്നുമാണല്ലോ, മഞ്ഞ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ആര്യക്കുട്ടൻ മന്ദം നടന്നു വരികയാണ്. എൻ്റെ കൊച്ചൊരു കോലമായി, സുന്ദരിയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ അവളെ കാണുമ്പോൾ എനിക്ക് അവളെ ഫസ്റ്റ് ടൈം കണ്ട ഒരു ഇതാണ് വരുന്നത്. പിന്നെ എൻ്റെ കുറേ സ്നേഹപ്രകടനം. എത്ര വർഷമായി കണ്ടിട്ടില്ല സുന്ദരി. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള സ്നേഹപ്രകടനമാണ്. പിന്നെ ആര്യക്കുട്ടൻ ഞങ്ങൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ബേക്കറിയിൽ കയറി. പിന്നെ അതാണ്ട് ബസ്സിൽ പോവുക ചൂണ്ടച്ചേരിയിലോട്ട്. അവിടുന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി വേണം അവളെ വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ എൻ്റെ അനിയത്തി ഞാനും കൂടെ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ വന്നു. ബസ് ഇറങ്ങിയിട്ട് അവൾ ചോദിച്ചു, മെയിൻ റോഡ് വഴി പോകണോ, അല്ല മെയിൻ റോഡല്ല, റോഡ് വഴി പോകണോ പറമ്പ് വഴി പോകണോ എന്ന്. എൻ്റെ അനിയത്തി പറഞ്ഞു പറമ്പ് വഴി പോയാൽ മതിയെന്ന്. കാരണം എൻ്റെ അനിയത്തി ഒരു തവണ അവളെ വീട്ടിൽ പോയിട്ടുണ്ടേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആര്യക്കുട്ടൻ്റെ വീട്ടിൽ പോണത്. അങ്ങനെ പറമ്പ് വഴി പോണ കാണുന്നത് കണ്ടോ, ഏതോ കാട്ടുമുടുക്കി കൂടെയൊക്കെയാണ് എന്നെ കൊണ്ടുപോണത് അവള്. ഇത് ഏതോ റബ്ബർ തൊട്ടിട്ടുണ്ട്, വല്ല പാമ്പങ്ങാനും കയറി കിടന്നാൽ പോലും അറിയത്തില്ല. എൻ്റെ അനിയത്തി ചിരിക്കുന്ന കണ്ട, എൻ്റെ അനിയത്തി പറമ്പ് വഴി പോണോന്ന്. അങ്ങനെ ആര്യ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പറയോ മിണ്ടാതെ പറഞ്ഞോന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒപ്പിയെടുക്കുകയാണ് എൻ്റെ ഫോണിൽ. എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലെങ്കിലും ഞാനത് ഒപ്പിയെടുത്തു. അത് കണ്ടു, കാട്ടുചെടികൾ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തത് ആര്യയുടെ വീട്ടിൽ എത്തി. പണ്ടത്തെ വീടാണ്. അപ്പോൾ ഇത്രയും വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.